നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുളയിലേക്കാണ്. ആറന്മുള വള്ളംകളി കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ വള്ളംകളി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ കൃത്യം 7 മണിക്ക് തന്നെ എറണാകുളത്തു നിന്നും യാത്ര ആരംഭിച്ചു. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയിലുള്ള ശരവണ ഭവനിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. ആറന്മുളയിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾക്ക് റോഡ് സൈഡിൽ വെച്ച് തന്നെ ഒരു പള്ളിയോടത്തെ കാണാൻ സാധിച്ചു. ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന പാമ്പ് പോലെയുള്ള വള്ളങ്ങളെയാണ് പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത്. ളാഗ ഇടയാറന്മുള പള്ളിയോടത്തിൻ്റെ ഓഫീസാണിത്. മത്സരത്തിന് മുൻപായി ഇവിടെ വെച്ചാണ് ഇവർ എല്ലാവിധ പ്രാക്ടീസുകളും നടത്തുന്നത്. ഇതിനുശേഷമാണ് പള്ളിയോടവുമായി നേരെ പമ്പയാറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഇവരുടെ വിശേഷങ്ങളൊന്ന് അറിയാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള ഏതാണ്ട് 52ഓളം പള്ളിയോടങ്ങൾ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് ഇവർ മത്സരത്തിന് ഇറങ്ങുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന തുഴക്കാർ എല്ലാവരും തന്നെ വ്രതം നോക്കിയ ശേഷമാണ് ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും മത്സര വള്ളംകളിയും ഇന്ന് നടക്കുകയാണ്. ഞങ്ങളുടെ ളാഗയുടെ ആറന്മുള പള്ളിയോടം മത്സരത്തിനും ജലഘോഷയാത്രയ്ക്കും സന്നദ്ധമായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഇന്ന് ഇവിടെ നിന്നും പുറപ്പെട്ടത്. ഞങ്ങളുടെ വള്ളത്തിൻ്റെ പേര്, പള്ളിയോടത്തിൻ്റെ പേര് ളാഗയുടെ ആറന്മുള എന്നാണ്. ളാഗയുടെ ആറന്മുള പള്ളിയോടത്തിൻ്റെ കമ്മിറ്റി അംഗമാണ് ഞാൻ. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഹരി ഖജാൻജിയാണ്. അപ്പോൾ ഈ ഘോഷയാത്രയിൽ മന്നൻ ട്രോഫി കരസ്ഥമാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുത്തെ യുവാക്കന്മാരായിട്ടുള്ള ആൾക്കാർ അരയും തലയും മുറുക്കി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ മന്നൻ ട്രോഫി ളാഗയുടെ ആറന്മുള പള്ളിയോടത്തിന് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ അക്ഷീണ പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ആ വള്ളംകളിയിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ളാഗയുടെ ആറന്മുള പള്ളിയോടം കൊറോണ സമയത്ത് നമുക്ക് ഏക പള്ളിയോടമായിട്ട് ഇവിടെ ആറന്മുളയിലേക്ക് മത്സരിക്കാനും പള്ളിയോടത്തിൻ്റെ തിരുവാറന്മുളയപ്പന് മുമ്പിലേക്ക് കാഴ്ചവെക്കാനും നമ്മുടെ പള്ളിയോടമാണ് ഇവിടുന്ന് ആദ്യമായിട്ട് എത്തിയിരുന്നത്. അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഇത്തവണ മന്നൻ ട്രോഫിക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അടക്കി പാലാഴി തന്നെ 7 ലോകമെല്ലാം അടക്കി പാലാഴി തന്നെ തകതീതകതോ തകതീയതിത്തോതിത്തോതികിതോ തകതീതോ തകതീതോ താതിത്തീതേ കാത്തരുളും തിരുവാറന്മുളനായകാതേ കാത്തരുളും തിരുവാറന്മുളനായക ഓ തൈതൈ തകതീതകതോ തകതീയതിത്തോതിത്തോതികിതോ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും പുരാതനവും ആദരണീയവുമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അഥവാ ആറന്മുള വള്ളംകളി എന്നറിയപ്പെടുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ഈ വള്ളംകളി അതിൻ്റെ മഹത്വത്തിനും അതുല്യമായ ചരിത്രത്തിനും വളരെയധികം പേരുകേട്ടതാണ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഗ്രാമമാണ് ആറന്മുള. ആറന്മുളയെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ആറന്മുള വള്ളംകളിയും
ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളസദ്യയും, കൂടാതെ ഇതിൻ്റെയെല്ലാം കേന്ദ്രബിന്ദുവായി നിലനിൽക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും. ആറന്മുള ക്ഷേത്രത്തിൻ്റെയും ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആറന്മുള വള്ളംകളി ആരംഭിച്ചതിന് പിന്നിലുള്ള ഐതിഹ്യമായി പറയുന്നത്, ഒരു ഭക്തനായ ബ്രാഹ്മണൻ തിരുവോണ സദ്യയ്ക്ക് എല്ലാവിധ സദ്യകളും നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും തിരുവോണ തോണി എന്ന വള്ളത്തിൽ അവ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങുകയുമായിരുന്നു. ബോട്ട് യാത്രയ്ക്കിടെ ശത്രു വിഭാഗങ്ങൾ ഇവ ആക്രമിക്കുകയും എന്നാൽ ചുറ്റുപാടും ഉണ്ടായിരുന്ന പാമ്പ് പോലെയുള്ള വള്ളങ്ങൾ അഥവാ പള്ളിയോടങ്ങൾ എന്നറിയപ്പെടുന്ന വള്ളങ്ങൾ രക്ഷാപ്രവർത്തനത്തിനെത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ മഹത്തായ വള്ളംകളിയുടെ പാരമ്പര്യം പിറന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പാമ്പ് വള്ളംകളി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണനുള്ള വഴിപാടായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നും പറയപ്പെടുന്നു. 6 മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെങ്ങാടത്തിൽ ശ്രീകൃഷ്ണൻ ഈ അമ്പലത്തിൻ്റെയും പുഴയുടെയും പരിസരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഗ്രാമത്തിന് ആറന്മുള അല്ലെങ്കിൽ 6 മുളകൾ എന്ന പേര് നൽകിയത്. മത്സര ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ എല്ലാ വള്ളങ്ങളും പമ്പാ നദിയിലുള്ള സത്രക്കടവ് എന്ന ഭാഗത്ത് എത്തിച്ചേരുകയും ഇവിടെ നിന്നും എല്ലാ വള്ളങ്ങളും ഒരുമിച്ച് ഒരു ഘോഷയാത്രയായി തുഴഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയും ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്ട് 1 കിലോമീറ്ററോളം താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് വള്ളംകളി മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഭഗവാൻ കൊടുക്കുന്ന വള്ളം എന്ന് പറഞ്ഞാൽ അനന്തശയനമാണ്. അപ്പം ഭഗവാന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ്. അതൊരു ഇതാണ് അവർ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കും കാര്യം നടക്കാൻ വേണ്ടി ഒരു പരിപാടിയാണ്. സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ഈ യോഗം ജലഘോഷയാത്രയുടെ മുഖ്യമന്ത്രിയും കൂടിയായ ഈ വേദികളിൽ ടൂറിസ്റ്റുകൾ ഇവിടെ സാമ്പത്തികമായി കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ജലഘോഷയാത്ര ഔപചാരികമായി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ആവേശകരമായ വർണ്ണാഭമായ വർണ്ണ പകിട്ടാർന്ന ജലഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലകാല സ്മരണകള് മലയാളികളുടെ മനസ്സിൽ ഉണർത്തുമ്പോൾ, ഓണനാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഐതിഹ്യ പെരുമ വിളിച്ചോടുന്ന ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ആത്മീയതയുടെ നിറവിൽ ജലിച്ചു നിൽക്കുകയാണ്. അതേ കേരളത്തിലെ ജലോത്സവങ്ങള് ഏറെ പെരുമയും പാരമ്പര്യവും ഒക്കെ വിളിച്ചു പറയുമ്പോൾ ഐതിഹ്യം പെരുമ വിളിച്ചോരുന്ന ജലോത്സവമാണ്. മിഥുനമാസത്തിലെ 3 നാളിൽ ചമ്പക്കുളത്ത് അമ്പയാറ്റിന് കുറിച്ചി കരിങ്കുളത്ത് നിന്ന് ലക്ഷണബദ്ധ പാർത്ഥസാരഥി വിഗ്രഹം അമ്പലപ്പുഴ
ആനയിച്ചെങ്കിൽ പിന്നീട് പായിപ്പാട് ചതയ ജലോത്സവം, പിന്നീട് ഇതാ ആറന്മുള ഉസിട്ടാണ് ജലോത്സവം, ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വെള്ളം ഇതാ ഈ പമ്പയാറ്റിലൂടെ അതേ ആവേശത്തില് വഞ്ചിപ്പാട്ട് പാടി, താളപ്പാട്ട് പാടി, വെച്ചുപാട്ട് പാടി, ആത്മീയതയുടെ നിറവില് മുത്തിക്കുടകളൊക്കെ കറങ്ങി എത്ര മനോഹരമായി കടന്നു പോകുന്നു. അതേ ലോകത്തൊരിടത്തും കാണാൻ പറ്റാത്ത അറിവാൻ സാധിക്കില്ല. പുന്നമടയിലെ ജനങ്ങള് നൂറുകണക്കിനുള്ള ജനങ്ങളെ നമുക്ക് നമസ്കാരം നമ്മുടെ പൈതൃകത്തിന്റെയും പാരമ്പര്യമുള്ള അതുപോലെ പ്രസ്ഥാനമൊക്കെ ചേർന്ന് ആറന്മുള ജലോത്സവത്തിന് സഹായം ചെയ്യാൻ കഴിയും. പക്ഷേ പള്ളിയോടങ്ങൾ മതിലിന്റെ മുന്നിലൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജലഘോഷയാത്ര മതിൽക്കടവിൽ നിന്നും ആരംഭിക്കുകയാണ്. ജലഘോഷയാത്ര ഏതാണ്ട് പര്യവസാനിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനികളായ ആ വികാരം എന്നുള്ളത് നമ്മുടെ ആറന്മുള എന്നുള്ള വികാരമാണ്. ആ വികാരം എന്നത് നമ്മുടെ ഉത്രട്ടാതി ജലോത്സവം എന്നുള്ള വികാരമാണ്. നാം എല്ലാവരും ഒന്നാണ്. മന്ത്രിയായ എന്ന കൂടി അതിന്റെ ഭാഗമായി നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നിർമ്മാണ രണ്ടാം ട്രാക്കിലൂടെ പൂവത്ത് പടിഞ്ഞാറ് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ മല്ലപ്പുഴശ്ശേരി, നാലാം ട്രാക്കിലൂടെ ഇടശ്ശേരി മല കിഴക്ക് കടന്നു വരികയാണ്. അതേ ജലോത്സവ ലോകത്തിന്റെ നെറുകയിലേക്ക് ആറന്മുള ജലോത്സവം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പൂവത്ത് പടിഞ്ഞാറ് 47 കാൽക്കോൽ നീളം, 68 അമ്പലം ഉടമ, 18 അടി അമലപുത്തം, 6 അടി അമലക്കൂമ്പ്. അതേ പൂവത്ത് 571 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പള്ളിയോട് രാഹുലാർമാർ ക്യാപ്റ്റനും പ്രമോദ് സിയാം, വേണുഗോപാൽ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ മല്ലപ്പുഴശ്ശേരി കടന്നു വരികയാണ്. അതേ 45 കാൽക്കോൽ നീളം, 16 അംഗുലം നീളം, അതേ 68 അംഗുലം ഉടമ എന്നിങ്ങനെ ആറന്മുള ഉത്രട്ടാതി വള്ളത്തിന്റെ തുടക്കം മുതലുള്ള പള്ളിയോട് രഞ്ജിത്ത് വർമ്മ ക്യാപ്റ്റനും ഭരത് രാജൻ, KS സുരേഷ് എന്നിവർ പ്രതിനിധികളുമായി കടന്നു വരികയാണ്. തിരുവാറന്മുള അപ്പന്റെ പൊന്നു കെട്ടിയ പള്ളിയോടും ഇത് തന്നെയാണ് മല്ലപ്പുഴശ്ശേരിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നെങ്കിൽ നാലാം ട്രാക്കിലൂടെ വരുന്നത് ഇടശ്ശേരി മല കിഴക്കാണ്. അതേ 46 കാൽക്കോൽ നീളം, 64 അംഗുലം ഉടമ, 18 അടി അമരം പൊക്കം. അതേ പാർത്ഥസാരഥി പള്ളിയോടെ സേവാ സമിതിയാണ് ഇതിന്റെ ഉടമസ്ഥതയെങ്കിൽ മനോജ് TK ക്യാപ്റ്റനായും MP രാജേഷും KN രവീന്ദ്രൻ പ്രതിനിധികളുമായിട്ട് മണ്ടൻ ട്രോഫിക്കുള്ള ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശൈലി രീതി മാറി ഈ ആത്മീയതയുടെ നിറവിൽ കടന്നു വരുന്ന 3 വള്ളങ്ങൾ മൂന്നൂർ പടിഞ്ഞാറ് 2ലൂടെ വരുന്നു, 3ലൂടെ മല്ലപ്പുഴശ്ശേരി വരുന്നു, 4ലൂടെ ഇടശ്ശേരി മല കിഴക്ക് വരുന്നു. 2ലൂടെ വരുന്ന മല്ലപ്പുഴശ്ശേരിയാണോ അതോ 3ലൂടെ വരുന്ന ഇടശ്ശേരി മല കിഴക്കാണോ? ഇതാ കടന്നു വരികയാണ്. മൂന്നൂർ പടിഞ്ഞാറ് മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി മലയിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലെ മല്ലപ്പുഴശ്ശേരി അവര് താളത്തിൽ ഇങ്ങനെ പാട്ടുപാടി കടന്നു വരികയാണ്. മനോഹരമായ ദൃശ്യം. ആറന്മുള ഭഗവാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം എത്ര മനോഹരമായിട്ടാണ് ഈ ആറന്മുളയില് ഈ പമ്പാ നദിയിലൂടെ കുഞ്ഞോളങ്ങൾക്ക് ഹരം പകർന്നുകൊണ്ട് ആ ഒന്നാം തുഴക്കാരന്റെ ആ തുഴച്ചില് കണ്ടോ? മനോഹരമായി ആ താളത്തിൽ ആ തുഴകളൊന്ന് കൊത്തി അമർത്തി നീട്ടി ഇങ്ങനെ വലിക്കുമ്പോൾ മനോഹരമായ ദൃശ്യം പ്രദാനം ചെയ്തുകൊണ്ടാണ് മൂന്നാം നമ്പർ
അതേ പള്ളിയോടം മല്ലപ്പുഴശ്ശേരി ഈ ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നത് 4-ാം നമ്പർ പള്ളിയോടം ഇടശ്ശേരി മല കിഴക്ക്. അവരും പാടപ്പാട്ട് പാടി, വഞ്ചിപ്പാട്ട് പാടി, ഈണത്തിൽ താളത്തിൽ അവരും ഫിനിഷിക്കര. മാലുണ്ടായിരുന്ന കരയാണ് മാലക്കുര. മണൽത്തിട്ടകളുണ്ടായിരുന്ന ദേശത്തിന്റെ ചരിത്രമാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. 4 വള്ളങ്ങളും ഒരുപക്ഷെ നമ്മുടെ മുമ്പ് ജോലി പറഞ്ഞതുപോലെ സംഘാടകർ പറഞ്ഞതുപോലെ ഈ വർഷം വള്ളംകളിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ആരായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയങ്ങളിൽ എത്തുന്ന 4 പള്ളിയോടങ്ങളാണ് പന്തൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നെങ്കിൽ അതിനുശേഷം വരുന്ന 4 വള്ളങ്ങൾ, അങ്ങനെ 8 വള്ളങ്ങൾ ലൂസേഴ്സ് ഫൈനലും ഫൈനലുമായി മത്സരിക്കുന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആലക്കര കടന്നു വരുന്ന 4-ാം ട്രാക്കിലൂടെ, ചിറയിലപ്പ് കടന്നു വരുന്ന 3-ാം ട്രാക്കിലൂടെ, 2-ാം ട്രാക്കിലൂടെ കാട്ടൂർ കടന്നു വരുന്നു, 1-ാം ട്രാക്കിലൂടെ ലാഗ ഇടയാറമുള്ളയാണ്. ഇവിടെ വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ പമ്പയുടെ തീരുമാനത്തിലൂടെ 4 പേര് ഒപ്പത്തിനൊപ്പം കുതിച്ചു പാഞ്ഞു വരികയും മുന്നിൽ വരുന്നതല്ല, വേഗതയിൽ വരുന്നതാണ് ഇക്കുറി കാര്യം. വേഗതയുടെ രാജകുമാര ആരായിരിക്കും? 2-ാം ട്രാക്കിലെ മാലക്കരയാണോ അതോ ചിറയിറപ്പാണോ കാട്ടൂരാണോ ലാഗ ഇടയാറമുള്ളയാണോ കടന്നു വരുന്നത്? അവരിങ്ങനെ ചിറകു വെച്ച്, കറുത്ത ചിറകു വെച്ച് പറക്കുന്ന അരേന്നപ്പിടകളെ പോലെ 2 പള്ളിയോടെങ്കിൽ 1-ലും 2-ലൂടെ മത്സരിച്ച് കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്ന, ഇവിടെ നിൽക്കുന്ന കാണികളുടെ മനസ്സ് മുഴുവൻ ഈണമുള്ള പാട്ടുകളുടെ സ്വരം കേട്ടുടരുന്ന ഇവിടേക്ക് ഇതാ കടന്നു വരുന്നു. 4 പേരിൽ ലാഗ ഇടയാറുണ്ട്, അതിന് കാട്ടൂരുണ്ട്, ചിറയിറപ്പുണ്ട്, മാലക്കരയുണ്ട്. ആ 2 പേരാണ് മുന്നോട്ട്. ഇവിടുത്തെ മന്ദൻ ട്രോഫി 2020 ഞാനായിരിക്കാം ട്രോഫി നേടേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 2 പേർ മുന്നോട്ട് പോയി. 2-ലും 3-ലും ഉള്ളവർ മുന്നോട്ട് കുതിച്ചു വരികയാണ്. അതായത് ചിറയിറമ്പാണോ കാട്ടൂരാണോ മുന്നോട്ട് കുതിച്ചു വരുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നു ലാഗ ഇടയാറുള്ള അല്പം പിന്നിപ്പോയോ. ഏതായാലും അത്യുഗ്രമായ ഒരു മത്സരത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഒരു താളത്തിൽ അവസാനം ഒരു സ്പീഡുണ്ട്, തുടർന്നും എന്നതുപോലെ ഇതാ മുന്നോട്ട് കുതിച്ച് കടന്നു വരുന്നു. 2-ാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. 2-ാം ട്രാക്കിലൂടെ കടന്നു വരിക എന്ന കാട്ടൂരാണ് മുന്നോട്ട് വരുന്നു നിൽക്കുന്നു. എന്നാലും ഏറ്റവും മനോഹരമായി സുന്ദരമായി അന്ത്യനിമിഷത്തിലെ വിജയത്തിന്റെ ശില്പി അല്ലെങ്കിൽ വിജയമാറ്റ കയ്യിൽ എന്നറിയില്ല. ഏതായാലും ഒപ്പത്തിനൊപ്പം കാണികളുടെ മനം കവർന്നൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2-ലും 3-ലുമുള്ള വള്ളങ്ങൾ കടന്നുപോയെന്ന് 196-ാം നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം 46-ാം കോഞ്ചേരം 67 ദൂരമുള്ളവ എങ്കിൽ 16-ാം നമ്പർ തെക്കേവഴിക്ക് കിഴക്ക് സന്തോഷ് ജി നായർ, ക്യാപ്റ്റനും കുമാർ എന്നാൽ വേണു ഗോപാലൻ നായർ എന്നിവർ പ്രതിനിധികളായിട്ട് കടന്നു വരുന്ന തെക്കേവഴി വരുമ്പോൾ ഇടപ്പാവൂർ പേവൂർ വിജയൻ ക്യാപ്റ്റനും ചന്ദ്രശേഖരൻ നായരും ഉണ്ണികൃഷ്ണൻ പ്രതിനിധികളായിട്ട് കടന്നു വരികയാണ്. അതേ അഖിൽ പ്രസന്നൻ, ക്യാപ്റ്റൻ രഘുനാഥൻ, MK അജീഷ് കുമാർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കോയിപ്പടവും കടന്നു വരുമ്പോൾ അതിമനോഹരമായിട്ട് തീരൻ വഴി കടന്നു വരികയാണ്. 46-ാം കോഴിയുടെ 64 പെരുമ വിളിച്ചോടുന്ന ആറന്മുള 1-ാം ജനം. അറിയാം പൊക്കത്തിന് ഡൽഹിക്ക് 582-ാം നമ്പറിൽ കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടം അതിൽ പറഞ്ഞ ക്യാപ്റ്റൻ രവിയാർ നായർ, ഓമേശ്വരൻ നായർ എന്നിവർ പ്രതിനിധികളുമായിട്ട് കടന്നു വരുമ്പോൾ ആവേശകരമായ അത്യന്തം പരിചയപരമായ ആറന്മുള 1-ാം ജലോത്സവത്തിലെ പയ്യന്നൂരും പാരാമണ്ണം പരേന്നൂരും നെല്ലിക്കലും കടന്നു വരുമ്പോൾ 21-ാം നമ്പർ പള്ളിയോടം പയ്യന്നൂരും 22-ാം നമ്പർ പള്ളിയോടം പാരാമണ്ണം തമ്മിലുള്ള ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിന് തുല്യമായ ഒരു മത്സരം. ആരായിരിക്കാം ഇവിടെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ കടന്നു വരികയാണ് നെല്ലിക്കലും. അത് സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ മത്സരത്തിൽ വിജയികളായ പള്ളിയോടങ്ങളുടെ ലിസ്റ്റ് സേനാധിപന്മാർ ഈ പള്ളിയോടങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. റേസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമയത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റ് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും
ഇനി പറയുന്ന അനുസരിച്ചായിരിക്കും ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ മത്സരിക്കുക. എ ബാച്ചിലെ ലൂസേഴ്സ് ഫൈനലിലുള്ള 4 പടിയോടങ്ങൾ: 1 കീഴ്കര, 2 ചെറിയറമ്പ്, 3 ഓതറ കുന്നേകാട്, 4 തെക്കേമുറി. ലൂസേഴ്സ് ഫൈനലിലുള്ള 4 പടിയോടങ്ങൾ ഒന്നുകൂടെ പറയുന്നു, മേപ്പോട്ട് നീങ്ങേണ്ടതാണ്. 1 കീഴ്കര, 2 ചെറിയറമ്പ്, 3 ഓതറ കുന്നേകാട്, 4 തെക്കേമുറി. എ ബാച്ചിലെ ഫൈനൽ മത്സരത്തിനുള്ളത് ഇനി പറയുന്നവയാണ്: 1 നെല്ലിക്കൽ, 2 കോയിപ്പുറം, 3 എടനാട്, 4 എടപ്പാവൂർ പേരൂർ. ഫൈനൽ മത്സരത്തിനായിട്ടുള്ള 4 പട്ടിയോടങ്ങൾ: നെല്ലിക്കൽ, കോയിപ്പുറം, എടനാട്, എടപ്പാവൂർ പേരൂർ. ബി ബാച്ച് ശ്രദ്ധിക്കുക. ബി ബാച്ചിൽ ലൂസേഴ്സ് ഫൈനൽ: 1 വൻമഴി, 2 എടപ്പാവൂർ, 3 ചെന്നിത്തല, 4 തൈമറവുങ്കര. ബി ബാച്ചിലെ ലൂസേഴ്സ് ഫൈനൽ: വൻമഴി, ഇടപ്പാവൂർ, ചെന്നിത്തല, തൈമറവുങ്കര. എടക്കുളം, ഒറ്റാത്തൂർ സമയത്തിനും സമ്മാനദാനം നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപകടങ്ങൾ ഈ വൈകുന്നേരം ഈ പമ്പയുടെ തീരത്ത് ആറന്മുള ഭഗവാന്റെ വള്ളസത്തയുടെ പേരും പെരുമയും കേട്ട നിലനിൽക്കുന്ന മത്സരങ്ങൾ, മനുഷ്യ മഹാസമത്വത്തിന്റെ മനസ്സുകൾ നിലനിൽക്കുന്ന മത്സരങ്ങൾ. ആ മത്സരങ്ങളാണ് ഇവിടെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് വാങ്ങി വരുമ്പോൾ തുടർന്നുള്ള വർഷത്തിന് വേണ്ടി ശ്രീ ജോലി എഴുന്നേറ്റിന് നന്മയ്ക്ക് കൈമാറുകയാണ്. ആരംഭിച്ച പള്ളിയോടങ്ങളുടെ അതിഗംഭീരമായ മത്സരം 1-ാം ട്രാക്കിൽ വരുന്നത് 13-ാം നമ്പർ പള്ളിയോടം. കീഴുകര കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ 7-ാം നമ്പർ പള്ളിയോടം. ചിറയിടമ്പ് കടന്നു വരുന്നു. 3-ാം ട്രാക്കിന് 33-ാം നമ്പർ പള്ളിയോടം. കിഴക്കനോട് കുന്നേക്കാട്ട് കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലൂടെ 11-ാം നമ്പർ പള്ളിയോടം തെക്കേമുറിയിൽ കടന്നു വരികയാണ്. ഇതാ ഇടക്കളവ് പാചകത്താൻ കൈയിലുള്ള പള്ളിയോ ഈ സമയം ഇവിടെ ദീപത്തിന്റെ വെളിച്ചത്തിന് ഇതാ നെല്ലിക്കലും കോയിപ്പുറവും ഇടനാടും ഇടപ്പാവും പേവൂരും ഭഗവാനും ദീപം
വള്ളംകളി മത്സരത്തിൻ്റെ ഫൈനൽ എത്തിയപ്പോഴേക്കും ഏതാണ്ട് 6:30-7 മണിയോടടുത്തിരുന്നു. ചെറിയ തോതിൽ ഇരുട്ടും വീണിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആറന്മുള വള്ളംകളിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.